ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ കോംബോ സീരീസ് കണ്ടിന്യൂ ചെയ്താലോ. ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് നമ്പർ 6 ആണ്. 6ാമത്തെ കോംബോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചാറുകറി തയ്യാറാക്കാം. ചാറുകറി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ പാലക്കാട് സ്റ്റൈല് മുളക് വറുത്ത പുളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ ലോക്ക്ഡൌണിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പി ആയിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് കേട്ടോ, എന്നാലും ഞാൻ ജസ്റ്റ് പറയണമെന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ എളുപ്പത്തിലുള്ള കറികളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക്, വറ്റൽമുളക്, കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമുക്കതിലോട്ട് 10 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വാട്ടിയെടുക്കാം. കറിവേപ്പിലൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇച്ചിരി ജീരകം കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ജീരകം. അപ്പം നല്ല ജീരകം താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ പൊട്ടിക്കാം. പിന്നെ അന്ന് ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പാലക്കാടുകാർ എനിക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ ചെയ്യുമ്പോൾ ഇഞ്ചി ഇടാറുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇഞ്ചി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുള്ളിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുമല്ലോ. പിന്നെ ലൂസായിരിക്കുന്ന ഒരു കറിയാണ്, കണ്ണടച്ച് കൊടുക്കുമ്പോഴേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി വേഗം മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ നോർമലി മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. അതിന് പകരമാണ് പച്ചമുളക് ചേർക്കുന്നത്. മുളക് പൊടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇടാം. അതിനനുസരിച്ച് അപ്പോൾ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കണം കേട്ടോ. ഉള്ളിയിലൊക്കെ ഏകദേശം കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർ ഇതിൽ കൂടെ വെണ്ടയ്ക്ക ചെറുതായിട്ട് എരിഞ്ഞിട്ട് വെണ്ടയ്ക്ക ഇട്ട് വാട്ടിയിട്ട് ഉണ്ടാക്കും. സാധാരണ രീതിയിൽ ഇതിൽ കഷ്ണങ്ങളൊന്നും ഇടാറില്ല. അതിന് നമുക്ക് ഫ്രിഡ്ജ് നോക്കിയിരുന്ന പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു കറി. നോർമലി നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് പറയുന്നത് ഉണക്കമീൻ ഫ്രൈ ആണ്. അതായത് നമ്മൾ കരുവാട് എന്ന് പറയില്ലേ, കരുവാട്, അതായത് പ്രത്യേകിച്ച് മാന്തലാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഓംലെറ്റ് ഇതിന്റെ കൂടെ കൊടുക്കാം. പിന്നെ പച്ചക്കറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കയില്ലേ, കൂർക്ക അല്ലെങ്കിൽ കായ, അതായത് 100 വെജിറ്റബിൾസ്, ചേനയൊക്കെയാണ്. അപ്പൊ കൂർക്ക ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് കൂർക്ക എനിക്ക് ചെയ്യാൻ പറ്റില്ല. കായ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കായും ക്യാരറ്റും കൂടെ കോമ്പിനേഷൻ ഇതിന് കൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പൊട്ടറ്റോ നല്ലതായിരിക്കും. പൊട്ടറ്റോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോ മെഴുക്കുവരട്ടി, അതൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഏകദേശം ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് 2.5 ഗ്ലാസ് വെള്ളത്തിലോട്ട് സോക്ക് ചെയ്ത് വെച്ച് അതെല്ലാം പിരിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്, ഈ പുളിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അത് കണ്ടാൽ മതി. ഇപ്പം നമ്മൾ എല്ലാം കൂടി ആകുമ്പോൾ അതും കൂടെ ഞാൻ ടിപ്പ് പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചേർത്തല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. ശർക്കര താല്പര്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. സാധാരണ രീതിയിൽ ശർക്കര ഇടുമ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു കായം പൊടിച്ചത്. അപ്പോൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഇത് രണ്ടും ചേർക്കാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ നല്ലതാണ്. ഇത് നമ്മുടെ ഇഞ്ചിമുള്ളിയുടെ ലൂസായ വേർഷൻ. അപ്പോൾ ഇത്രയും ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തിളക്കട്ടെ. അതിന്റെ പുളിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നമുക്കിതങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ലൂസാണ്. അതായത് ഇഞ്ചിമുള്ളിയുടെ പോലെ കട്ടിയാക്കരുത് ഒരിക്കലും, ലൂസായിരിക്കണം. അപ്പോൾ ടേസ്റ്റ് ഒക്കെ നോക്കുക. എന്തെങ്കിലും കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര ഒരു ചെറിയ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊരിയലാണ്, അതായത് ഒരു തോരനാണ്. പടവലങ്ങ പരിപ്പ് തോരൻ, 2 സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇതിന്റെ ഒക്കെ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ പോയി കണ്ടാൽ മതിയോ. അപ്പൊ ഞാനൊരു ചെറിയ പടവലങ്ങ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നൈസാക്കി അരിഞ്ഞതിന് ശേഷം ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തൂർ ദാൽ, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, തൂർ ദാലും ഒരു അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു വിസിൽ അപ്പം തന്നെ തുറന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനൊന്ന് തോരനാക്കി എടുക്കാം. ഒരു കടായി എടുക്കുക. നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10 ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്താലും മതിയാവും കേട്ടോ. വഴറ്റിയെടുക്കാം. നമ്മൾ പരിപ്പിലും പടവലങ്ങയിലും തനിയെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അല്പം മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും.
അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ചെറിയൊരു കളർ ചേഞ്ച് ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇത് ചതച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ചമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ അടുത്ത് ചതച്ചമുളക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് കൂടി ചേർത്താലും മതി. ഇപ്പൊ തമിഴ് റെസിപ്പി നമ്മൾ നോക്കുമ്പോൾ ഇത് പടവലങ്ങ പരിപ്പ് കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ. അത് എളുപ്പമാണ്. അതിൽ തേങ്ങ അരയ്ക്കണം. അപ്പൊ ഞാൻ പിന്നെ ഇതിൽ തേങ്ങ അരക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തതാ. ഇതിപ്പോ നമുക്ക് തോരന് പകരം തേങ്ങ ചേർക്കാണ്ടത് നന്നായിരിക്കും. വെറുതെ ഉള്ളിമുളകും കുത്തി കാഴ്ചകൾ നല്ലത് തന്നെയാണ്. അടുത്ത് ചെയ്യാൻ പോകുന്നത് സെയിം പ്രിപ്പറേഷൻ തന്നെയാണ്. അതിൽ തേങ്ങ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടം മെഴുക്കുവരട്ടിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ ചെയ്യാൻ എന്നിട്ട് പപ്പടം ഇട്ട് കൊടുക്കുക വറുത്തത്. അതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും പച്ചമുളക് മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാണ് നമ്മൾ പരിപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ ഇതിനെ നമ്മൾ പരിപ്പ് ഉലർത്തിയതെന്ന് പറയും. അപ്പോൾ കഞ്ഞിക്കൊക്കെ ഭയങ്കര അടിപൊളിയുള്ള കോമ്പിനേഷനാണ് പരിപ്പ് ഉലർത്തിയത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ പടവലങ്ങയും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പച്ചക്കറിയായി ഒരു പൾസായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പടവലങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് കോവയ്ക്ക ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ കോമ്പിനേഷൻസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇന്നതന്നെ നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ പരിപ്പും പടവലങ്ങയും ഈ നാളികേരവും അതായത് തേങ്ങയും കൂടി ഒന്ന് യോജിച്ച് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം. ചാറുകറി പുളിയല്ലേ, അപ്പോൾ നമുക്ക് ഇതൊരു നല്ല കോമ്പിനേഷനാണ്. ഇത് രണ്ടും മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടം മെഴുക്കുവരട്ടിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ വിളമ്പുന്ന സമയത്തൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു കറിയും കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് 5 മിനിറ്റോളം ഇത് ഇരുന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുഴഞ്ഞിരിക്കേണ്ടത് സംഭവമാണ് കേട്ടോ. കുഴഞ്ഞിരുന്നാലാണ് രുചി ഉണ്ടാവുക. അല്ലെങ്കിൽ പടവലങ്ങ വെന്തിട്ടില്ലെങ്കിലും പടവലങ്ങ അങ്ങനെ തനിയെ കിടന്നു കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കുഴഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റുള്ള സംഭവമാണ്. ഇതും തൈരും പപ്പടം ഉണ്ടെങ്കിൽ തന്നെ കുശാലാണ് നമുക്ക്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പപ്പടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് കേടാവില്ല പപ്പടത്തിന്റെ. നമ്മളിത് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ചൂടാറാൻ മാറ്റി വെക്കണേ. ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങളോളം ഇരുന്നോളും. ചൂടോടുകൂടി അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തണുത്തു പോകും. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന്റെ ലിങ്ക് കൂടി ഞാൻ താഴെ തരാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ആസ് നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. മുളക് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളൊരു എടുത്ത് വെക്കാനുള്ള ഒരു കറിയിലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് 3 ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടത് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. നമ്മൾ ലോക്ക്ഡൗൺ ടൈമിലത്തെ ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെ. കാരണം എപ്പോഴും നമ്മളതിൽ ചിലപ്പോൾ പച്ചക്കറി ഉണ്ടാവില്ല, വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ തട്ടിക്കൂട്ട് റെസിപ്പികളിലായിരുന്നു രക്ഷ. അപ്പോഴൊക്കെയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്, കിട്ടാതെ വരുമ്പോൾ. ഇപ്പം നമുക്ക് എല്ലാ ഐറ്റംസ് അവൈലബിൾ ആകുമ്പോൾ ഒന്നും ഇതിൻ്റെ വില മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. വലിയ ഗുണമുള്ള പപ്പടം അല്ല കേട്ടോ, പൊളച്ചിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പപ്പടം വെച്ചിട്ട് കറിയുണ്ട്, ചാറുകറി. ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല തോന്നല്ലോ. ഇല്ല, ഒരു ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ മുളകൊക്കെ ഇങ്ങനെ പപ്പടത്തുമ്പിലേക്ക് ആവുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്തുതന്നെ വെച്ച് കഴിഞ്ഞാലും കേടൊന്നാവില്ല. അപ്പോൾ എത്രയുള്ള പരിപാടി. നമ്മുടെ 3 കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. ഓംലേറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ. ആദ്യത്തെ നമ്മുടെ കോമ്പോയിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പിയാലോ. നല്ല ചൂട് ചോറ്. ഇതിൻ്റെ കൂടെ പച്ചരി ചോറ് നന്നായിരിക്കും കേട്ടോ, ഈ മുളക് വറുത്ത പുളിയുടെ കൂടെ കഴിക്കാൻ. പടവലങ്ങ പരിപ്പ് കൂട്ട് അല്ലെങ്കിൽ തോരെന്ന് പറയും, പക്ഷെ കൂട്ടെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന കാരണം. മുളക് വറുത്ത പുളി, പിന്നെ നമ്മുടെ പപ്പടം മെഴുക്ക് പുരട്ടി. ആൾക്കാരെ പറ്റിക്കാനല്ലേ ഓരോ കറിയുടെ പേരൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ കഴിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പം ഇത് ഈ മുളക് വറുത്ത പുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 2 കോമ്പിനേഷൻ പ്ലസ് തൈര് കേട്ടോ, സൂപ്പറായിരിക്കും. പിന്നെ ഞാനിവിടെ വെക്കാൻ പോകുന്നത് എന്താ, ഓംലെറ്റ്. അപ്പം നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ
റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം ഇതടക്കം 6 കോമ്പിനേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യും. അപ്പോൾ 7 ദിവസം നിങ്ങൾക്ക് സമാധാനമായിട്ട് ചെയ്യാലോ. എന്നിട്ട് നമുക്ക് വേറെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയുടെ കൂടുതൽ കറികളോ അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതോ എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒരു അടുത്ത ബുധനാഴ്ചയും ഇതിൻ്റെ ബാക്കിയായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ 6 എണ്ണം നിങ്ങൾ ചെയ്ത് നോക്കുക. മാക്സിമം ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഈ ജിമെയിലൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം. നിങ്ങൾ ചെയ്ത് നോക്കി എന്ന് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുക. പിന്നെ അതേപോലെ തന്നെ ഷോൾഡർ പെയിൻ്റെ കാര്യമൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബെറ്ററായി വരുന്നുണ്ട്. പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്പർ ഓഫ് വീഡിയോസിൻ്റെ എണ്ണം കൂട്ടാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആഴ്ചയിൽ ഒരെണ്ണമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ കുട്ടികളെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടോ. നിങ്ങൾ വിചാരിക്കും ഫോട്ടോ എടുക്കാൻ പോണേക്കാളും മുമ്പ് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പ്ലേറ്റിംഗ് എന്ന് അല്ലേ? ശരിയാ, ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മുളക് വറുത്ത പുളീനെ നടുവിലോട്ട് മാറ്റി, തൈര് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു സവാളയും ഒരു ടൊമാറ്റോയും ഒരു പച്ചമുളകും വെച്ചു. അപ്പോൾ ഒരു കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം മഞ്ഞ കളറാണ്. ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് രുചി നോക്കിയാലോ. മുളക് വറുത്ത പുളി അങ്ങ് ഒഴിക്കാം. അതൊഴിക്കുമ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒന്ന് അത് കഴിച്ച് നോക്കാം അല്ലേ. ചോറ് ഇച്ചിരി വേവ് കുറവ്. അന്ന് കഴിഞ്ഞ ദിവസം വേവ് കൂടുതലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് വേവ് കുറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് നമുക്ക് കൂട്ടിപ്പറ്റി കഴിക്കാം. ഇതിൻ്റെ കൂടെ തൈര് ചേർത്ത് അങ്ങനെ ഉണ്ടാവും നോക്കാം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇത്രയും ദിവസം ചെയ്തതിൽ വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഒരു കാര്യങ്ങൾ കഴിച്ചിട്ട് നിർത്താം. അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളക് വറുത്ത പുളിയുടെ വീഡിയോ, ആദ്യത്തെ വീഡിയോ കാണാൻ മറക്കരുത്. സിംഗിളായിട്ട് ഞാൻ ചെയ്ത വീഡിയോ, കാരണം അതിൽ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസ്. അടുത്ത ബുധനാഴ്ച അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്